ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. വളരെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കടായി ഒന്ന് ചൂടാക്കി എടുക്കാം. കടായി നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ഇവിടെ നിന്ന് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ 3 കഷ്ണം കറുവപ്പട്ടയും ഒരു 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചതച്ചതാണ് കുറച്ചും കൂടി നല്ലത്. അതുപോലെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഈ ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 4 സവോളയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് സവോളയുടെ കൂടെ വേണമെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സവോള പകുതി എടുക്കുക, ബാക്കി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സവോള എടുത്തിട്ട് ബാക്കി 1 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നമുക്ക് ഈ സവോള നല്ലപോലെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഈ സവോളയൊക്കെ വഴണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോള നല്ലപോലെ വഴണ്ടിട്ട് നല്ല ഗോൾഡൻ കളറായാണ്ട് നമുക്ക് ഈ ഒരു കൂന്തലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ കളറായി കിട്ടണം. നല്ലപോലെ വഴണ്ട് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ. ഈ കളറായിട്ട് വരണം. ഇങ്ങനെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുമ്പോൾ പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മളെ മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കണം കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ വീതമായിട്ട് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കാണിച്ചതാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല പൗഡർ നമ്മളൊരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് നമ്മളെ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ പോകാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് മിക്സാക്കി കൊടുക്കാനായിട്ട്. അടി പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും പൊടികളായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ട് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മളിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നീളത്തിൽ കനം കുറച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം കനം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് വഴണ്ട് വരും. അപ്പോൾ നമുക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് ഉടയണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് വരും. കനം കുറച്ച് കട്ട് ചെയ്താൽ മതി, പെട്ടെന്ന് വഴണ്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇതിൽ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ കൂന്തൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ കൂന്തലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ സ്കിന്നൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ മഷിയൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കറുത്ത കളർ ഒരു കട്ടുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ആകെ കഴിച്ചു പോവും. അപ്പോൾ അത് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കറുപ്പ കളർ വരാതെ മാക്സിമം നമ്മൾ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ കൂന്തൽ ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലയൊക്കെ ഇതൊന്ന് പിടിച്ച് സെറ്റ് ആവാനായിട്ട് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ല ചൂടുള്ള അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് കുക്കാവാനായിട്ടുള്ള വെള്ളം നമ്മളിതുപോലെ ഈ ഒരു പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇതിന് അത്യാവശ്യം കുറച്ച് വേവുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്കാവണം. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
അങ്ങനെ ഇപ്പോൾ നമ്മളെ കൂന്തൽ ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ആ ചാറൊക്കെ വറ്റി ഒന്ന് കുറുകി സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ഇതിൽ കുറച്ച് ചാറുണ്ട്. ഇതൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം. ഇങ്ങനെ ഈ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇപ്പോൾ ഇത് ഇവിടെ കുറച്ച് ചാറായിട്ടാണ് ഇട്ടായിരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഓഫാക്കരുത്. ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നാലാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ ഈ ഒരു റോസ്റ്റിന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി കുറച്ചും കൂടി ഒന്ന് കുഴമ്പാവുന്ന രീതിയിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് കണ്ടില്ലേ കുറച്ച് ചാറായിട്ടാണ് ഇങ്ങനെ ചാറിങ്ങനെ ഒലിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റേജ് വിട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കൂന്തൽ റോസ്റ്റ് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും 2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അങ്ങനത്തെ നമ്മൾ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് തിക്കായി പോവും. തിക്കായി കഴിഞ്ഞാൽ ചൂടൊക്കെ ആറുമ്പോൾ ഭയങ്കര സെറ്റാവും. അപ്പോൾ ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത് ഇത്ര ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അതുപോലെ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒട്ടും മടിക്കണ്ട കേട്ടോ. മടിക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.